എൻ്റെ പേര് ഫാത്തിമത്തുൽ സഫ. ഞാൻ ചെയ്യുന്നതാണ് മട്ടന്നൂർ സ്കൂളിലായിരുന്നു ജില്ലാ ക്യാമ്പ്. ആദ്യത്തെ അനുഭവമായിരുന്നു ജില്ലാ ക്യാമ്പ്. രാവിലെ തന്നെ കോയവാട് ഉദ്ഘാടന ചടങ്ങിന് മുന്നേ അവിടെ ഫ്ലാഗ് സല്യൂട്ട് ഉണ്ടായിരുന്നു. ഫ്ലാഗ് സല്യൂട്ട് കഴിഞ്ഞ് ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞ് ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ നാസർ സാറായിരുന്നു ക്ലാസ് എടുത്തത്. 256 കുട്ടികളോടുണ്ട് 35 സ്കൂളുകളിലായി വന്നത്. ഐസ് ബ്രേക്കിംഗ് സെക്ഷനിൽ നമ്മളറിയാത്ത പലരെയും ആ സെക്ഷനിൽ പരിചയപ്പെടുകയായിരുന്നു. 3 വിവിധതരം ചിരികൾ നമ്മൾ അവിടുന്ന് പഠിച്ചു. ആ ചിരികളിലൂടെ മറ്റുള്ളവരെ പോയി നമ്മളെ അവർ സെൽഫ് മറ്റുള്ളവരെ പോയി അഭിസംബോധന ചെയ്യാണ് വേണ്ടത്. എല്ലാവരും പോയി പരിചയപ്പെട്ടു. കുറേ ആൾക്കാർ എന്തായാലും തന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞു. കുറേ ആളെ പേരും ഫേസും എന്തായാലും തന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ നമ്മൾ 7 കളേഴ്സ് ആയിരുന്നു. ടീഷർട്ടിൻ്റെ കളർ ബേസാണ് ടീമായി തിരിച്ചത്. ഞാൻ യെല്ലോ ടീമിലായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ യെല്ലോ ടീമിൻ്റെ പ്രോഗ്രാമായിട്ട് ഫിസിക്കൽ സെക്ഷനിലായിരുന്നു പോയത്. ഫിസിക്കൽ സെക്ഷൻ്റെ ഫസ്റ്റത്തെ ടാസ്കിൽ തന്നെ അവിടുത്തെ ലീഡർ ഞാനായി. ഒരു ടാസ്കിലെ ആ ഗെയിമിൽ ജയിക്കുകയും ചെയ്ത് പ്രൈസ് സമ്മാനം കിട്ടിയിരുന്നു. പിന്നെ ഉള്ള കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളിലും എല്ലാത്തിലും ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് ഞാൻ ഇട്ടിന് എല്ലാത്തിനും നമുക്ക് പ്രോഗ്രാമിലേക്ക് നല്ലോണം ഇൻക്ലൂഡ് ആവാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നെ പ്ലറ്റൂൺ കമാൻഡറായിട്ടും സെലക്ഷൻ കിട്ടി. സെക്കൻഡ് AC കമാൻഡറിന് സെലക്ഷൻ പോയിന്, ബട്ട് കിട്ടിയിട്ടില്ല. അന്നേരം നമുക്ക് സൗണ്ടിൻ്റെ കുറച്ച് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് അതിന് അൺഫോർച്ചുനേറ്റ്ലി കിട്ടിയിട്ടില്ല. ബട്ട് പ്ലറ്റൂൺ കമാൻഡർ ആയതിന് ഞാൻ ഹാപ്പിയാണ്. പിന്നെ അതിനെക്കാട്ടും നല്ലോണം കമാൻഡ് ചെയ്യുന്ന മറ്റു കാഡറ്റ്സും അവിടെ ഉണ്ടായിരുന്നു. ദെൻ ഇപ്പം 2 ദിവസത്തെ സെക്കൻഡ് ഡേയിൽ ഷൈൻഷ സർ വന്ന് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ എത്തിക്കൽ സെക്ഷനിൽ യെല്ലോ ടീം എത്തിക്കൽ സെക്ഷനിലായിരുന്നു സാർ നമ്മളെ ക്ലാസ്സിലായിരുന്നു വന്നത് പ്രോഗ്രാമിൽ വാച്ച് ചെയ്യാൻ. കാരണം 256 കുട്ടികളുള്ള സ്റ്റേജിൽ നിന്ന് നോക്കുന്നതിനെക്കാട്ടും യെല്ലോ ടീമിലെ 38 ഒരു ഗ്രൂപ്പിൽ 38, 37 അങ്ങനെയാണ് ആൾക്കാർ. അപ്പോൾ 38 ആളുള്ള നമ്മളെ റൂമിൽ നേരിട്ട് ഉള്ള പ്രോഗ്രാമായിരുന്നു. ആ 38 വേറെ 4 ഗ്രൂപ്പാക്കിന്. അതിൽ എൻ്റെ ഗ്രൂപ്പിന് തന്നെയായിരുന്നു പ്രോഗ്രാം ചെയ്യാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ അവിടുന്ന് തന്നെ വിത്ത് 5 minutes നമ്മൾ ഒരു സ്കിറ്റ് റെഡിയാക്കി ഓൺ ദ സ്പോട്ട് നമ്മൾ ഇത് അഭിനയിച്ചു. അതെല്ലാവർക്കും അവിടെയുള്ള രാജേഷ് സാറിനാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ലോണം അപ്രീഷിയേറ്റ് ചെയ്തു. അതിൻ്റെ അവിടുന്ന് സ്റ്റാർ കിട്ടി. നല്ല ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ അത്രക്കും വളരെ സന്തോഷം തോന്നിയ മൊമെൻ്റ് ആയിരുന്നു. കാരണം അത്രയും വലിയ ഓഫീസറുടെ മുന്നിൽ നിന്ന് ഞങ്ങൾക്ക് പെർഫോമൻസ് ചെയ്യാമെന്ന് അറിയുന്നത് അത്രയും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ ഇതാക്കുന്നത്. പിന്നെ അവസാന ദിവസം സെറിമോണിയൽ പരേഡ് DYSPനെ സല്യൂട്ട് ചെയ്യുമ്പോൾ സാറ് മെഡൽ ഇട്ട് തരുമ്പോൾ എല്ലാം നൗഷാദ് സാർ തൊട്ടിപ്പുറത്തുണ്ടായിരുന്നു. വളരെ സന്തോഷമുള്ള മൊമെൻറ്റ്. കാരണം സെൽഫ് പ്രൗഡ് വന്ന നിമിഷമാണ്. കാരണം അത്രയും സ്കൂളിൽ നിന്ന് 35ഓളം സ്കൂളിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ട് എനിക്ക് മെഡൽ കിട്ടുന്നത് അറിയുന്നത് എനിക്ക് വളരെ ആർക്കായാലും അതൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. എനിക്കത് വളരെ സന്തോഷം തോന്നിയ മൊമെൻ്റ് ആയിരുന്നു. പിന്നെ പറ്റുന്നത്ര മാക്സിമം എല്ലാവരോടും വേഗം കമ്പനിയായി. അവിടുന്ന് കുറേ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് കിട്ടി. ആരെന്ന് പോലും തുടക്കത്തിൽ അറിയാത്തവർ ക്യാമ്പ് കഴിഞ്ഞ് അവസാനം വരുമ്പോൾ സഫ ബായിട്ട് പിന്നെ എവിടെയെങ്കിലും എക്സ്പീസിൻ്റെ പ്രൊജക്റ്റിൽ എവിടുന്നെങ്കിലും വെച്ച് മീറ്റാക്കാമെന്ന് പറയുന്ന ഇതുവരെത്തിനും വളരെ ഏറെ നല്ലൊരു എക്സ്പീരിയൻസ് തന്ന ക്യാമ്പായിരുന്നു. ഇനി SPCൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ എനിക്ക് ഭാഗമാകുന്നുണ്ട്. താങ്ക് യു.